ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം എന്താ? എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു ഈസ് ഈക്വൽ ടു -9x1² + 4x2 സ്ക്വയർ യു ഈസ് ഈക്വൽ ടു ദ കളക്ഷൻ ഓഫ് ഓൾ x1 x2 സച്ച് ദാറ്റ് x1 > 0, 0 < x2 < 3. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യമേ നമ്മുടെ പ്ലെയിൻ കർവ് C ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ കർവ് C ഈസ് ഈക്വൽ ടു F ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്താ? കളക്ഷൻ ഓഫ് ഓൾ x1 x2 എലമെൻറ്റ് ഓഫ് യു സച്ച് ദാറ്റ് എഫ് ഓഫ് x1 x2 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ എന്ത് കിട്ടും? -9x1² + 4x2² = 0. Okay, that is C is equal to the collection of all x1 x2 element of U such that ഇനി ഇതിനെ നമ്മൾ ഈ പ്ലെയിൻ കർവ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് A² - B² എന്നുള്ള ഫോമിലല്ലേ? അതായത് 4x2² - 9x1² = 0 എന്നാണ്. A² - B² എന്നാണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? A - B × A + B അല്ലേ? അതായത് 2x2 - 3x1 × 2x2 + 3x1 = 0. പ്രോഡക്റ്റ് 0 എന്ന് പറയുമ്പോൾ ഓരോന്നും ഈക്വൽ ടു 0 എന്ന് എഴുതി. ദാറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ x1 x2 എലമെൻറ്റ് ഓഫ് യു സച്ച് ദാറ്റ് 2x2 - 3x1 = 0 ആൻഡ് 2x2 + 3x1 = 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ x1 x2 എലമെൻറ്റ് ഓഫ് യു സച്ച് ദാറ്റ് ഫസ്റ്റ് 2x2 - 3x1 = 0. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുക? 2x1 + 3x2 = 0 എന്നാണ്. ഇപ്പം നോക്കുമ്പോൾ അറിയാം, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ രണ്ടും നോക്കുക. 2x2 - 3x1 = 0 ഈ ലൈനും, അടുത്തതോ 2x2 + 3x1 = 0 ഈ ലൈനും നോക്കുമ്പോൾ രണ്ടും ഏതാണ്? 0 0 പാസ് ചെയ്യുന്നുണ്ട്. കാരണം x1 x2 0 കൊടുത്തു കഴിയുമ്പോൾ ഇത് 0യാണ്. അപ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈൻസാണ് രണ്ടും നോക്കുക. ഓക്കെ, ഇനി ഇവിടെ ഈ ലൈൻ നോക്കുകയാണെങ്കിൽ ഈ ലൈനെ സംബന്ധിച്ച് x1 0 കൊടുക്കുകയാണെങ്കിൽ x1 0 കൊടുത്തു കഴിഞ്ഞാൽ x2 എന്തായി മാറി? -2. ഞാൻ ഒന്നുകൂടി എഴുതാവേ. ഫസ്റ്റ് ഇത് നോക്കാം. എന്നാൽ 2x2 - 3x1 = 0 ആ ലൈനെ സംബന്ധിച്ച് x1 0 കൊടുത്തു കഴിഞ്ഞാൽ x2 എന്താ കിട്ടുക? 2x2 = 0 എന്നാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്തായി മാറി? x2 0 ആയി മാറി. അപ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. x1 0 ആവുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ നമുക്കതല്ലാതെ ഒരു പോയിന്റ് ജനറലായിട്ട് വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന്. x1 1 എന്ന് വല്ലതും കൊടുക്കുകയാണെന്നിരിക്കട്ടെ. x1 ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2x2 - 3 = 0 എന്നാണ്. എന്ന് പറയുമ്പോൾ 2x2 = 3 ഓർ x2 = ഏതാണ്? 3/2 1.5 എന്ന് കിട്ടി. ഓക്കെ, അപ്പം x 1 ആകുമ്പോൾ x2 എന്താണ്? 3/2 1.5 ആണ്. ഓക്കെ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഉള്ള ലൈൻ ഏതാണ്? ഈ കിടക്കുന്നതാണ്. കണ്ടോ? അപ്പോൾ ഇത് ഏതാണ് ശരിക്കും? 2x2 - 3x1 = 0 എന്ന് പറയുന്ന ലൈനാണ്. ഞാനിപ്പോൾ വെറുതെ ഒറിജിനിലൂടെ പാസ് ചെയ്യുമെന്നറിയാം, അതുകൊണ്ട് ആ ലൈൻ വെറുതെ അങ്ങനെ കൊടുത്തെന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തതോ 2x2 + 3x1 = 0 ആണെങ്കിലോ ഇവിടെ പ്ലസ് വരും. ഈ കേസിൽ തന്നെ, അതായത് നമ്മളിവിടെ എന്ത് ചെയ്തു? x1 1 കൊടുത്തു. അപ്പോഴോ 2x2 = -3 ഓർ x2 = -3/2 എന്നല്ലേ? അതായത് x 1 ആകുമ്പോൾ അവിടെ x2 എന്തായി? -1.5 ആയി. അപ്പോൾ ഈ ലൈനാണ് ഏത്? ഇതാണ് 2x2 + 3x1 = 0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലൈൻസ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ രണ്ട് ലൈൻസ് എന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് 2x2 - 3x1 = 0 എന്ന് പറയുന്ന ഈ ലൈനും, അടുത്തത് ഈ ലൈൻ എന്ന് പറയുന്ന ഏതാണ്? 2x2 + 3x1 = 0 എന്ന് പറയുന്ന ലൈനുമാണെന്ന് കിട്ടി. ഓക്കെ, ഇനി അവിടെ നിൽക്കട്ടെ. ഇത്രയും പറയുമ്പോൾ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സിനെ കുറിച്ച് ഒരു ധാരണയോടെ വേണം. അതായത് ഈ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതോടൊപ്പം ഈ x1 x2 എവിടുത്തെ പോയിൻ്റാണ്? യുവിലെ പോയിൻ്റ് ആണെന്ന് പറയുമ്പം യുവിലെ പോയിൻറ്റ്സിൻ്റെ കണ്ടീഷൻ ഉപയോഗിച്ച് x1 എന്തായിരിക്കണം? സ്ട്രിക്ട്ലി > 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ x1 > 0 ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഈ ലൈനിലൊന്നും ഇവിടെ എന്തില്ല? x1 ഇങ്ങോട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ഇങ്ങോട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല അല്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും ഈ കൺസിഡർ ചെയ്യുന്ന ലൈൻസിൻ്റെ ഈ പോർഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അവിടെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ. 0 < x2 < 3 എന്നാണ്. അപ്പോൾ x2 എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. x1 പോസിറ്റീവ് ആയിരിക്കണം, x2 പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ലൈനെക്കുറിച്ച് പറയേണ്ടേ കാര്യമില്ല. കാരണം എന്താ? ഈ 2x2 + 3x1 = 0 എന്ന് പറയുന്ന ലൈനെ സംബന്ധിച്ച് ഇവിടെ x നെഗറ്റീവ് ആവുന്ന കേസുണ്ട്,
ഇനി ഇവിടേക്ക് പോരുമ്പോഴോ ഈ ലൈനിൽ ഡയഗണലായിട്ട് ഇങ്ങനെ താഴേക്ക് പോരുമ്പോൾ അവിടെ x2 എന്തായി, നെഗറ്റീവായി. അപ്പോൾ നമ്മൾ ഈ ലൈനിൽ നോക്കുമ്പോൾ അവിടെ x1 നെഗറ്റീവ് ആവുന്ന കേസുണ്ട്, x2 നെഗറ്റീവ് ആവുന്ന കേസുണ്ട്. അപ്പോൾ ഫുൾ ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ലൈൻ ഫുൾ ഔട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ലൈനെക്കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ആ ഡയഗണലായിട്ടുള്ള ഈ ലൈനെക്കുറിച്ച് നമ്മൾ നോക്കുന്നില്ലേ. പിന്നെ ഉള്ളത് ഏതോ ഉള്ളൂ, ഇതാ ഈ കിടക്കുന്ന ലൈനാണ്. ഈ ലൈനിൽ തന്നെ എക്സ് നെഗറ്റീവ് ആവുന്ന കേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, പിന്നെ ഉള്ളത് ഏതാ, എക്സ് നെഗറ്റീവ് ആവുന്ന കേസ് പോയി, x2 പോസിറ്റീവ്, ഓക്കെ കുഴപ്പമില്ല. ഇനി ആ x2 തന്നെ എന്താ 0 മുതൽ 3 വരെ മതി. അതായത് ഫലത്തിൽ നമ്മുടെ ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ, ഇതാ കണ്ടോ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലേ, അത്രേ ഉള്ളൂ. 0 മുതൽ x2 3 വരെ വരുന്ന ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്ത്, നമ്മുടെ ഇവിടെ നമ്മുടെ പ്ലെയിൻ കർവ്. ഐഡിയ മനസ്സിലായല്ലോ. ഈ ഫുൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരിക്കുന്ന ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഈ പെയർ ഓഫ് ലൈൻസ് എടുത്തു. അപ്പോൾ ഈ ലൈനെ സംബന്ധിച്ച് ഇവിടെ x1 നെഗറ്റീവ് ആവും, ഇവിടെ സംബന്ധിച്ച് ഇവിടെ ഈ പോയിൻറ്റ്സിനെ സംബന്ധിച്ച് അവിടെ x2 നെഗറ്റീവ് ആവുന്നതുകൊണ്ട് ഈ ലൈൻ ഫുള്ള് നമുക്ക് വേണ്ട. പിന്നെ ഈ ലൈനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ x1 നെഗറ്റീവാണ്, അപ്പോൾ ഇത്രയും പോർഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ ഫലത്തിൽ ഫസ്റ്റ് ക്വാർട്ടറിലെ ലൈൻ സെഗ്മെൻറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അവിടെ തന്നെ ഈ x2 എന്ന് പറയുന്നത് 0 മുതൽ 3 വരെ വേരി ചെയ്യുന്ന കേസ് മതി. അപ്പോൾ നമുക്കിതാ ഇത്രയും പോർഷൻ മതി. ഇതായിരിക്കും നമ്മുടെ പ്ലെയിൻ കർവ് സി എന്ന് പറയുക. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. നൗ സോ ദ റിക്വയർഡ് സി സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻസ്. നമുക്ക് വേണ്ട പ്ലെയിൻ കർവ് ഏതൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, 2x2 - 3x1 = 0 ആൻഡ് 0 < x2 < 3 x0 < x1. അത്രയും കണ്ടീഷനാണ് നമ്മുടെ പ്ലെയിൻ കർവ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമട്രൈസ്ഡ് കർവിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലെയിൻ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എക്സ്പ്രഷനിൽ എന്ത് ചെയ്യുക, പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ x2-ന് എന്ത് കൊടുത്തു, t കൊടുത്തു. അപ്പോൾ ഈ x2-ൻ്റെ വേരിയേഷൻ എന്താ, t വേരിയസ് ഫ്രം 0 to 3. ഓക്കെ, നൗ നമ്മുടെ ഇക്വേഷൻ ഏതാ, 2x2 - 3x1 = 0 എന്നല്ലേ. അവിടെ x2-ന് t കൊടുത്തു കഴിയുമ്പോൾ എന്താ, 3x1 = 2t ഓർ x1 = 2/3t എന്ന് കിട്ടും. സോ ദ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, x1 2/3t, x2 t. സോ ആൽഫ ഡിഫൈൻഡ് ഫ്രം ഓപ്പൺ ഇൻ്റർവൽ 0 3 to c, ഓപ്പൺ ഇൻ്റർവൽ ആണ് അല്ലേ, ഓപ്പൺ ഇൻ്റർവൽ 0 3 to c ബൈ ആൽഫ ഓഫ് t = 2/3t, t ആയിരിക്കും. ദെൻ ആൽഫ ഡോട്ട് ഓഫ് ടി എന്താ, ആൽഫ ഓഫ് ടി 2/3, ടീൻ്റെ ഡെറിവേറ്റീവ് 1, 2/3, 1 കേട്ടോ, 2/3, 1 ഇങ്ങനെ വരും. ദെൻ നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താ, റൂട്ട് ഓഫ് 4/9 + 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് 4 + 9 13/9 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു √13/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി കിട്ടി. ദെൻ ലെങ്ത് ഓഫ് ആൽഫ എന്ന് പറയുമ്പോൾ എന്താ, ഇൻ്റഗ്രൽ a to b നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി dt, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b, വാട്ട് ഈസ് നോം, √13/3 dt, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b എന്താ, ഇൻ്റഗ്രൽ 0 to 3 √13/3 dt. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, √13/3, t വിത്ത് ദ ലിമിറ്റ് 0 to 3 എന്നല്ലേ വരിക, എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 3 ആയിരിക്കും. 3 ക്യാൻസൽ ചെയ്ത് പോയി, ദാറ്റ് ഈസ് ഈക്വൽ ടു √13 കിട്ടി. അത്രേ ഉള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുക, എഫ് ഓഫ് x1 x2 ഈസ് ഈക്വൽ ടു ഏതാ തന്നിരിക്കുന്നത്, x1² - x2². യു എന്ന് പറയുന്നത് ഏതാ, ദ കളക്ഷൻ ഓഫ് ഓൾ x1 x2 സച്ച് ദാറ്റ് 0 < x1 < 2 ആൻഡ് c ഈസ് ഈക്വൽ ടു 1. ഹിയർ ദ പ്ലെയിൻ കർവ് c ഈസ് ഈക്വൽ ടു എന്തെടുത്തു, എഫ് ഇൻവേഴ്സ് ഓഫ് 1, ദാറ്റ് ഈസ് c ഈസ് ഈക്വൽ ടു ദ കളക്ഷൻ ഓഫ് ഓൾ x1 x2 എലമെൻറ്റ് ഓഫ് യു സച്ച് ദാറ്റ് എന്താ, x1² - x2² is equal to 1. That is the collection of all x1 x2 element of u such that x1² - x2² is equal to 1. ഇനി അത് യുവിലെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് കണ്ടീഷനൂടെ ഉള്ളൂ, x1 വേരീസ് ഫ്രം 0 to 2. നൗ ഇനി നമുക്ക് അതിനെ എന്ത് കണ്ടുപിടിക്കണം, പാരാമെട്രിക് ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുക, x1² - x2² = 1 ആണ്. അപ്പോൾ ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ കൊടുത്തു, x1 എന്ന് പറഞ്ഞ് sec t എന്ന് കൊടുത്തു. അപ്പം x2 എന്തായിരിക്കും, നമ്മളെങ്ങനെ എടുത്തു, tan. കാരണം നമുക്കറിയാം c² θ - tan² θൻ്റെ വാല്യൂ എന്താണെന്നറിയാം, 1 ആണ്. അതുകൊണ്ട് ഇതിന് പകരം x1 പകരം sec t എന്നും x2 ഓഫ് ടിക്ക് പകരം tan t എന്നും കൊടുത്തു. ആൻഡ് കൂടാതെ x1ൻ്റെ വേരിയേഷൻ ഇവിടെ എവിടം മുതൽ എവിടം വരെയാ, 0 to 2 ആണ്. അതായത് 0 < sec t < 2
ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് എടുക്കുവാണെങ്കിൽ എന്ത് പറയുക, സീക്ക് ഇൻവേഴ്സ് ഓഫ് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2. അപ്പോൾ ടീൻ്റെ വേരിയേഷൻ കിട്ടി. സോ ആൽഫ ഓഫ് ടി എന്താ, സീക്ക് ടി ടാൻ ടി ആൻഡ് ടി വേരീസ് ഫ്രം സീക്ക് ഇൻവേഴ്സ് ഓഫ് 0 ടു സീക്ക് ഇൻവേഴ്സ് ഓഫ് 2. നൗ ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ എഴുതാം, ആൽഫ ഓഫ് ടി എന്താ, സീക്ക് ടി ടാൻ ടി ആ. സോ ആൽഫ ഡോട്ട് ഓഫ് ടി എന്താ, ആൽഫ ഓഫ് ടി സീക്ക് ടീൻ്റെ ഡെറിവേറ്റീവ് സീക്ക് ടി ടാൻ ടി കോമ ടാൻ ടീൻ്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ ടി. അപ്പോൾ അതിൻ്റെ നോം എടുക്കുമ്പോൾ എന്ത് വരും, നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും, ഈ കിടക്കുന്നതിൻ്റെ സ്ക്വയർ സി സ്ക്വയർ ടി ഇൻറ്റു ടാൻ സ്ക്വയർ ടി പ്ലസ് സീക്ക് റേസ് ടു 4t എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ രണ്ടും എടുത്ത് നോക്കുമ്പോൾ സി സ്ക്വയർ ടി കോമൺ എടുക്കാം. സോ സി സ്ക്വയർ ടി ഇൻറ്റു പിന്നെന്താ ടാൻ സ്ക്വയർ ടി പ്ലസ് സി സ്ക്വയർ ടി ആണ്. ഇത് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ സീക്ക് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ ടി പ്ലസ് സി സ്ക്വയർ ടീനെ വീണ്ടും നമുക്ക് എന്താ എഴുതാം, സി സ്ക്വയർ ടി നമ്മൾ കണ്ട എന്താ, സി സ്ക്വയർ ടി മൈനസ് ടാൻ സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു 1 എന്നല്ലേ. സോ സി സ്ക്വയർ ടി ഈസ് ഈക്വൽ ടു എന്തെഴുതാം, 1 പ്ലസ് ടാൻ സ്ക്വയർ ടി. അപ്പോൾ ഈ സി സ്ക്വയർ ടീനെ വീണ്ടും എന്തെഴുതി, ടാൻ സ്ക്വയർ ടി പ്ലസ് 1 എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് ടി ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 2 ടാൻ സ്ക്വയർ ടി എന്ന് കിട്ടി. ഓക്കെ, ദെൻ ലെങ്ത് ഓഫ് ആൽഫ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി ആ. ഇനി ഇവിടെ ആൽഫ എവിടെ നിന്ന് എങ്ങോട്ടാ, ഐ എന്ന് പറയുന്നത് എവിടെയാണ്, 0 to 2 അല്ല കേട്ടോ. ഇവിടെ ഏതാണ് ടീൻ്റെ വേരിയേഷൻ, സീക്ക് ഇൻവേഴ്സ് ഓഫ് 0. അപ്പോൾ ആൽഫ ഡിഫൈൻ ഫ്രം ഓപ്പൺ ഇൻ്റർവൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് 0 സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 ടു സി എന്നാണ് കിടക്കേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഏത് വരും, സീക്ക് ഇൻവേഴ്സ് ഓഫ് 0 ടു സീക്ക് ഇൻവേഴ്സ് ഓഫ് 2. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഏതിനെയാണ്, സീക്ക് ടി ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 2 ടാൻ സ്ക്വയർ ടി ഡി ടി എന്ന് കിട്ടി. ഓക്കെ, ഈ ഇൻ്റഗ്രൽ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ എന്നോടൊന്ന് പറയുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, ലെങ്ത് ഓഫ് ആൽഫ എന്ന് പറഞ്ഞ് ഇത്ര എഴുതിയാൽ മതി. ഞാനത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ആർക്കെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. ഓക്കെ, ദെൻ ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫംഗ്ഷൻ ഏതാണ്, എഫ് ഡിഫൈൻ ഫ്രം യു ടു ആർ. സി എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ പ്ലെയിൻ കർവ് തന്നിരിക്കുക അല്ലേ, ഏതാ, x1 മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. നമ്മൾ കണ്ടിരുന്നു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ എടുക്കും, x1 ഈക്വൽ ടു എ പ്ലസ് ആർ കോസ് ടി ആൻഡ് x2 ഈക്വൽ ടു ബി പ്ലസ് ആർ സൈൻ ടി എന്ന് പറയുമ്പോൾ ടീൻ്റെ വേരിയേഷൻ ഏതാണ്, സർക്കിൾ ആയതുകൊണ്ട് 0 to 2π. സോ ആൽഫ ഡിഫൈൻ ഫ്രം ഓപ്പൺ ഇൻ്റർവൽ 0 to 2π ടു സി ഡിഫൈൻ ബൈ ആൽഫ ഓഫ് ടി ഈക്വൽ ടു എ പ്ലസ് ആർ കോസ് ടി ബി പ്ലസ് ആർ സൈൻ ടി. ആൽഫ ഡോട്ട് ഓഫ് ടി എന്ത് വരും, ആൽഫ ഓഫ് ടി മൈനസ് ആർ സൈൻ ടി ആർ കോസ് ടി എന്ന് വരും. നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താ, റൂട്ട് ഓഫ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. സോ ലെങ്ത് ഓഫ് ആൽഫ എന്താ, ഇൻ്റഗ്രൽ എ ടു ബി നോം ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡി ടി ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2π നോം എത്രയാണ്, ആറാണ്, ആ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr. സാധാരണ നമുക്കറിയാം ഇങ്ങനെ ഒരു 6 റേഡിയസ് ഉള്ളൊരു സർക്കിൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ലെങ്ത്, അതിൻ്റെ പെരിമീറ്റർ, സർക്കംഫറൻസ് 2πr ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ, ആ പ്രോബ്ലം സെക്ഷൻ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ഡെഫിനേഷനാണ് ഡിഫറൻഷ്യൽ വൺ ഫോം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺസെപ്റ്റ് വൈസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അത് എങ്ങനെ വേണേലും വരാം. അതുകൊണ്ട് എവിടുന്ന് വേണേലും, എത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണേലും വരാം, എങ്ങനെ വേണേലും ഡെഫിനേഷൻസോ എക്സാമ്പിൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ തരുന്ന നോട്ടിൽ നിന്നും ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് എക്സ്ട്രാ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ എക്സ്ട്രാ വായിക്കാം. ഒരിക്കലും ഈ തരുന്നതിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിനകത്തുനിന്ന് ഓപ്ഷൻ കുറയേണ്ട അവസ്ഥ വരും. ഓക്കെ, അപ്പം തരുന്നത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. ദെൻ ഡിഫറൻഷ്യൽ വൺ ഫോം ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ ഡിഫറൻഷ്യൽ വൺ ഫോം or a one form of an open subset U subset of Rn plus 1 is a function W from U cross Rn plus 1 to R such that for every P element of U, P element of U, the restriction of W to Rpn plus 1 is a linear map, is linear Rpn plus 1 subset of U cross Rn plus 1. Okay. അപ്പോൾ ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്, എ ഡിഫറൻഷ്യൽ വൺ ഫോം ഓർ വൺ ഫോം ഓഫ് ആൻ ഓപ്പൺ സെറ്റ് യു സബ്സെറ്റ് ഓഫ് Rn plus 1.
അപ്പം യു എന്ന് പറയുന്നത് Rn+1ൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റാണ്. ഈ ഓപ്പൺ സെറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഡിഫറൻഷ്യൽ വൺ ഫോം അല്ലെങ്കിൽ വൺ ഫോം എന്ന് പറയണം എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ Rn+1ൻ്റെ സബ്സെറ്റായ ഒരു ഓപ്പൺ സെറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഡിഫറൻഷ്യൽ വൺ ഫോം അല്ലെങ്കിൽ വൺ ഫോം ഓഫ് ആൻ ഓപ്പൺ സെറ്റ് യു സബ്സെറ്റ് ഓഫ് Rn+1 എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കിയേ, യു ക്രോസ് Rn+1 ടു Rn+1. അതായത് യുയിലെ ഒരു എലമെൻറ്റ് ക്രോസ് Rn+1 എലമെൻറ്റ് അതിനെ എങ്ങോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുക? ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുക. സച്ച് ദാറ്റ് എങ്ങനെയാണെന്ന് നോക്കിയേ, ഫോർ എവറി പി എലമെൻറ്റ് ഓഫ് യു, ഈ യുയിലെ ഏതൊരു പോയിന്റ് പി എടുത്തു കഴിഞ്ഞാലും ദ റെസ്ട്രിക്ഷൻ ഓഫ് ഡബ്ല്യു ടു Rpn+1. ഈ Rpn+1 എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? Rpn+1 ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന അനുസരിച്ച് പി എന്ന് പറയുന്നത് യുയിൽ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണ്. ആ പോയിന്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന n+1 ടുപ്പിൾസിൻ്റെ കളക്ഷനാണ് ഏത്? Rpn+1. അപ്പോൾ ഈ Rpn+1 എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റാ? യു ക്രോസ് Rn+1ൻ്റെ സബ്സെറ്റാണ്. കാരണം എന്താ? ഈ യു ക്രോസ് Rn+1 എന്ന് പറഞ്ഞാൽ എന്താ? യുയിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റ് ക്യൂ അതിനോട് കൂടി Rn+1ലെ ഒരു n+1 ടുപ്പിൾ വരിക എന്നേ ഉള്ളൂ. അപ്പം Rpn+1 എന്ന് പറയുമ്പോൾ എന്താ? പിയിനോട് കൂടി Rn+1ലെ പിയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന n+1 ടുപ്പിൾസിൻ്റെ കളക്ഷനാണല്ലോ Rpn+1. അപ്പം ഈ പറയുന്ന പി യു എവിടെയുണ്ട്? ഈ പിയും Rpn+1 എവിടെ ഉണ്ടാവും? യു ക്രോസ് Rn+1 ഉണ്ടാകും. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. അതായത് യു ക്രോസ് Rn+1 എന്ന് പറഞ്ഞാൽ എന്താ? യുയിലെ ഒരു എലമെൻറ്റ്, ഏതെങ്കിലും ഒരു എലമെൻറ്റ് യുയിലെ ഒരു എലമെൻറ്റ് ക്രോസ് Rn+1 ടുപ്പിൾസ് അതിനോട് കൂടി Rn+1 ടുപ്പിൾ അറ്റാച്ച് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ Rpn+1നെ സംബന്ധിച്ച് എന്താ നോക്കുക? പിയിലേക്ക് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന എല്ലാ n+1 ടുപ്പിൾസ്, അതായത് എല്ലാ വെക്ടേഴ്സിൻ്റെ കൂടെ കളക്ഷനാണ് എന്ത്? Rpn+1 ഈ പർട്ടിക്കുലർ പോയിന്റിനെ സംബന്ധിച്ചാണ്. പക്ഷേ യു ക്രോസ് Rn+1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ പി യുയിലെ പോയിന്റ് ആണെങ്കിൽ ഇതും വരും, പിന്നെ ക്യൂ എന്ന് പറഞ്ഞ വേറെ പോയിന്റ് ഇട്ട് അവിടെ ഇതുപോലെ എല്ലാ വെക്ടേഴ്സിനെ അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷൻ, അതായത് ഈ വെക്ടേഴ്സിൻ്റെയും ഈ വെക്ടേഴ്സിൻ്റെയും ഇനി ഏതെങ്കിലുമൊക്കെ വെക്ടേഴ്സ് യുവിൽ വരുന്നുണ്ടെങ്കിൽ അതിനോടെല്ലാം കൂടി ഇതുപോലെ നമ്മൾ n+1 ടുപ്പിൾസ് വേറെ വെക്ടേഴ്സ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന കളക്ഷൻ അതെല്ലാം കൂടെ കൂടി ചേർന്നാണ് എന്ത്? യു ക്രോസ് Rn+1. അപ്പോൾ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയി മാറും ആര്? Rpn+1. ക്ലിയർ ആണല്ലോ. സോ Rpn+1 എന്ന് പറയുന്നത് യു ക്രോസ് Rn+1ൻ്റെ സബ്സെറ്റാണ്. ഓക്കെ. അപ്പം ഈ ഡബ്ല്യു എന്ന് പറയുന്ന യു ക്രോസ് Rn+1, ഡബ്ല്യുവിൻ്റെ ഡൊമൈനാണ് യു ക്രോസ് Rn+1. അതിനെ ആ ഡബ്ല്യുവിനെ Rpn+1ലേക്ക്, അതായത് ഇതിൻ്റെ സബ്സെറ്റായ Rpn+1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. അപ്പോൾ ഡിഫറൻഷ്യൽ വൺ ഫോം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പൺ സെറ്റ് യു Rn+1 എടുക്കുകയാണെങ്കിൽ അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ വൺ ഫോം ഡിഫൈൻ ചെയ്യുക. അത് ഡബ്ല്യു എന്ന് പറയുന്നത് യു ക്രോസ് Rn+1ൽ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണ്. ഇനി ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഡബ്ല്യുവിനെ Rpn+1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ എന്തായിരിക്കണം? ലീനിയർ ആയിരിക്കണം. ഓക്കെ, അത്ര പറയുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ. ദെൻ ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ്. ഒരു എക്സാമ്പിളൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്നാ നോക്കുന്നത്? എക്സാമ്പിൾ 1. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ? വൺ ഫോം ഡ്യുവൽ ടു എ വെക്ടർ ഫീൽഡ്. ഒരു വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് ഡ്യുവൽ എടുക്കുകയാണ്. ലെറ്റ് എക്സ് ബാർ ബി എ വെക്ടർ ഫീൽഡ് ഓൺ യു. യു എന്ന് പറയുന്ന ആ ഓപ്പൺ സെറ്റിലുള്ള വെക്ടർ ഫീൽഡാണ് ആര്? എക്സ് ബാർ. ആൻഡ് ഡബ്ല്യു എക്സ് ബാർ എന്ന് പറയുന്നതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു? അപ്പം ഈ എക്സ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു എക്സ് ബാർ എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്തു? യു ക്രോസ് Rn+1ൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തു. എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയേ? ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി വി. കണ്ടോ? പി എവിടുത്തെ പോയിന്റ്? യുവിലെ പോയിന്റ്. വി എവിടുത്തെ പോയിന്റ്? Rn+1ലെ പോയിന്റ്. അതിനെ എങ്ങോട്ടാണ് കൊണ്ടുവരണ്ടേ? റിയൽ ലൈനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനെ എങ്ങനെ എടുത്തു? എക്സ് ബാർ ഓഫ് പി ഡോട്ട് പി വി എന്ന് എടുത്തു. വേറെ വി ബാർ എന്ന് പറയുന്നത് എന്താ? പി വി ബാർ എന്ന് എടുക്കാം കേട്ടോ. ഇവിടെ വി ബാർ അതിന് എക്സ് ബാർ ഓഫ് പി ഡോട്ട് പി വി എന്ന് എഴുതി. അപ്പം ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആകുമ്പോൾ ഉറപ്പായിട്ട് എന്താ? റിയൽ നമ്പറായി മാറും. സോ ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി യു ക്രോസ് Rn+1ലെ എലമെൻ്റ് എന്നുള്ള രീതിയിൽ എടുത്ത് പി Rn+1ലെ വെക്ടർ വി ബാർ. വേറെ വി ബാർ എന്ന് പറയുന്നത് എന്താണ്? പി വി ആണ്. അത് എവിടുത്തെ എലമെൻറ്റാ?
യു ക്രോസ് ആർ എൻ പ്ലസ് വണ്ണിലെ എലമെൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്തെടുത്തു, അതിനെ നമ്മൾ എങ്ങനെ എടുത്തു, എക്സ് ബാർ ഓഫ് പി ഡോട്ട് പി വി ആയിട്ട് എടുത്തു. നൗ ഫിക്സ് പി എലമെൻറ്റ് ഓഫ് യു ആൻഡ് കൺസിഡർ. ഇപ്പോൾ ഈ പി യെ നമ്മൾ യുവിൽ ഫിക്സ് ചെയ്തു, എന്നിട്ട് ഡബ്ല്യു എക്സ് ബാറിനെ എങ്ങോട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു, ആർ പി എൻ പ്ലസ് വണ്ണിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ മാപ്പ് ലീനിയർ ആണെന്നാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡബ്ല്യു എക്സ് ബാറിനെ ആർ പി എൻ പ്ലസ് വണ്ണിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാപ്പ് ലീനിയർ ആണ് എന്ന് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കോൺസ്റ്റൻറ്റ് സി എടുത്തു. അതുപോലെ തന്നെ ആർ പി എൻ പ്ലസ് വണ്ണിലെ 2 എലമെൻറ്റ്സ് പി യു പി വി എലമെൻറ്റ് ഓഫ് ആർ പി എൻ പ്ലസ് വൺ എടുത്തു. അവിടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, ഡബ്ല്യു എക്സ് ബാർ ഓഫ് സി ഇൻറ്റു പി യു പ്ലസ് പി വി ഈക്വൽ ടു ഡബ്ല്യു എക്സ് ബാർ ഓഫ്, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം, പി സി യു. സി ഇൻറ്റു പി യു എന്ന് പറഞ്ഞാൽ ആരാണ്, പി സി യു ആണ്. പി സി യു പ്ലസ് പി വി എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഡബ്ല്യു എക്സ് ബാർ ഇസ് ഈക്വൽ ടു പി സി യു പ്ലസ് പി വി എന്ന് പറഞ്ഞാൽ ആരാണ്, പി ഇത് തമ്മിൽ ആഡ് ചെയ്യും, സി യു പ്ലസ് വി ആണ്. ബൈ ഡെഫിനിഷൻ എക്സ് ബാർ ഓഫ് പി വി എന്താ, ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി വി എന്താ, എക്സ് ബാർ ഓഫ് പി ഡോട്ട് പി വി ആ. അപ്പോൾ ഇവിടെ എന്നാ വരും, എക്സ് ബാർ ഓഫ് പി ഡോട്ട് പി സി യു പ്ലസ് വി എന്ന് വരും. ഓക്കെ, വീണ്ടും അതിനെ നമുക്കൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ബാർ ഓഫ് പി ഡോട്ട് പി സി യു പ്ലസ് എക്സ് ബാർ ഓഫ് പി ഡോട്ട് പിന്നെ എന്ത് വരും, പി വി എന്ന് എഴുതി. നൗ ഇവിടെ നമുക്ക് സി കോൺസ്റ്റൻറ്റ് ഔട്ട് സൈഡ് എടുത്തു, സി ഇൻറ്റു പിന്നെ എന്താ എഴുതാം, എക്സ് ബാർ ഓഫ് പി ഡോട്ട് പി യു പ്ലസ് അടുത്തതിന് എങ്ങനെ എഴുതി, എക്സ് ബാർ ഓഫ് പി ഡോട്ട് പി വി സി ഇൻറ്റു ഇതെന്ന് പറയുന്നത് എന്താ, ബൈ ഡെഫിനിഷൻ അതെന്തായിരിക്കും, ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി യു, ഇതെന്തായിരിക്കും, ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി വി ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, ഡബ്ല്യു എക്സ് ബാർ ഓഫ് സി ഇൻറ്റു പി യു പ്ലസ് പി വി ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി യു പ്ലസ് ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി വി എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ഡബ്ല്യു എക്സ് ബാർ ഓഫ് സി ഇൻറ്റു പി യു പ്ലസ് പി വി ഈക്വൽ ടു സി ഇൻറ്റു ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി യു പ്ലസ് ഡബ്ല്യു എക്സ് ബാർ ഓഫ് പി വി. ഹെൻസ് ഡബ്ല്യു എക്സ് ബാർ ഇസ് എ ലീനിയർ ഫംഗ്ഷൻ വെൻ റെസ്ട്രിക്റ്റഡ് ടു ആർ പി എൻ പ്ലസ് വൺ. ഇങ്ങനെ കണ്ടീഷൻ. അപ്പോൾ ഡബ്ല്യു എക്സ് ബാർ ലീനിയർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഡബ്ല്യു എക്സ് ബാർ ഇസ് എ വൺ ഫോം ഓൺ യു കോൾഡ് ദ വൺ ഫോം ഡ്യുവൽ ടു എക്സ് ബാർ. ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ആ വൺ ഫോമിന് നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്യുന്ന വൺ ഫോമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ കറസ്പോണ്ടിങ് എക്സ് ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്യുവൽ എന്ന് പറയുക. സോ വൺ ഫോം ഡ്യുവൽ ടു എ വെക്ടർ ഫീൽഡ്. ഓക്കെ, ദെൻ അടുത്തത് ഇതുപോലെ ജസ്റ്റ് എൻ്റെ പേരാണ്. അടുത്തത് എന്താ പറയുക, നോട്ട് നമ്പർ 2 എന്താ പറയുക, ദ ഡിഫറൻഷ്യൽ വൺ ഫോം ഓഫ് ദ സ്മൂത്ത് ഫംഗ്ഷൻ എഫ് let f from u to r be a smooth function define df. കണ്ടോ, ഒരു സ്മൂത്ത് ഫംഗ്ഷൻ എഫ് എടുക്കുകയാണെങ്കിൽ അവിടുന്ന് ഡി എഫിനെ എങ്ങനെ ഡിഫൈൻ ചെയ്തു, യു ക്രോസ് ആർ എൻ പ്ലസ് വൺ ടു ആർ ഡിഫൈൻ ബൈ ഡി എഫ് ഓഫ് വി ബാർ ഈക്വൽ ടു എങ്ങനെ ഡിഫൈൻ ചെയ്തു, ഡി എഫ് ഓഫ് വി ബാർ. ഡിഫറൻഷ്യൽ വൺ ഫോം ഓഫ് ദ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, അതെന്ന് പറഞ്ഞാൽ ഡെൽ വി ബാർ എഫ് ആണ്. ഡെൽ വി ബാർ എഫിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് കണ്ടു, ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി ബാർ ആണ്. വി ബാർ എന്ന് പറയുന്നത് പി വി എലമെൻറ്റ് ഓഫ് ആർ പി എൻ പ്ലസ് വൺ. അപ്പോൾ ഈ സ്മൂത്ത് ഫംഗ്ഷൻ എഫ് ഫ്രം യു ടു ആറിനെ സംബന്ധിച്ച് ഡി എഫ് എന്ന് പറയുന്നത് എന്താണ്, ഇസ് എ വൺ ഫോം ഓൺ യു കോൾഡ് ദ ഡിഫറൻഷ്യൽ വൺ ഫോം ഓഫ് എഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തിരി മുമ്പ് കണ്ടത് ഒരു വെക്ടർ ഫീൽഡിനെ സംബന്ധിച്ച് അതിൻ്റെ ഡ്യുവൽ വൺ ഫോം ഡ്യുവൽ ടു എ വെക്ടർ ഫീൽഡ് എഫ് കണ്ടു. ഇപ്പം നമ്മൾ ഡിഫൈൻ ചെയ്ത ഡി എഫ് ഓഫ് വി ബാർ എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ അതൊക്കെ ഓർത്തിരുന്നോണം. ഡി എഫ് ഓഫ് വി ബാർ എന്ന് പറയുന്നത് എന്താ, ഡെൽ എഫ് ഓഫ് പി ഡോട്ട് വി ബാർ എന്ന് പറയുന്നത് എന്താണ്, ദ ഡിഫറൻഷ്യൽ വൺ ഫോം ഓഫ് എഫ് ആണ്. ഓക്കെ, ദെൻ അടുത്ത എക്സാമ്പിൾ ഏതാണ്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് വൺ ഫോം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫംഗ്ഷനും അതിൻ്റെ വൺ ഫോമും എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 to etc n plus 1. ലെറ്റ് എക്സ് ഐ എന്ന് പറയുന്നത് യുവിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷനാണ്. യു ഇസ് എൻ ഓപ്പൺ സബ്സെറ്റ് ഓഫ് ആർ എൻ പ്ലസ് വൺ ആണ്. ബിലോങ്സ് ടു അല്ല, സബ്സെറ്റ് ആണ്. യു സബ്സെറ്റ് ഓഫ് ആർ എൻ പ്ലസ് വൺ. ഡിഫൈൻ എക്സ് ഐ ഓഫ്, എക്സ് ഐ എന്ന് പറയുന്നത് യുവിൽ നിന്ന് ആറാ, യു ആർ എൻ പ്ലസ് വണ്ണിൻ്റെ സബ്സെറ്റാണ്. സോ എക്സ് ഐ ഓഫ് ആർ എൻ പ്ലസ് വണ്ണിൻ്റെ സബ്സെറ്റ് A1 A2 etc n പ്ലസ് വൺ ഈക്വൽ ടു എങ്ങനെ ഡിഫൈൻ ചെയ്തു, എക്സ് ഐ എന്ന് പറയുമ്പോൾ എന്താ, ഈ എൻ ടു ഇവിടെ എഴുതിയിരിക്കുന്ന n പ്ലസ് വൺ ടുപ്പൻ്റെ ഐത്ത് കോർഡിനേറ്റ് ഏതാണോ അതിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ എക്സ് ഐനെ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഫംഗ്ഷൻ എക്സ് ഐ ഈസ് ദ ith കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ഓൺ യു. യുവിലുള്ള ith കോർഡിനേറ്റിനെ ith കോർഡിനേറ്റ് ഏതാണോ അതിലേക്ക് മാപ്പ് ചെയ്യുന്ന, ആ വാല്യൂവിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എക്സ് ഐ. സോ അതിനെ എക്സ് ഐനെ നമ്മൾ എന്ത് വിളിക്കും, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫംഗ്ഷൻ ഓൺ യു.
ദ വൺ ഫോം ഓഫ് ഡി എക്സ് ഐ, ഇങ്ങനെയുള്ള ഈ എക്സ് ഐൻ്റെ വൺ ഫോം ഡി എക്സ് ഐ ഇസ് ഡിഫൈൻഡ് ബൈ, എങ്ങനെ വരും, സ്മൂത്ത് ഫംഗ്ഷൻ ആണല്ലേ. അങ്ങനെ ഡി എക്സ് ഐ ഓഫ് വി ബാർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൽ വി ബാർ എക്സ് ഐ എന്ന് പറയുന്നത് എന്താ, ഡെൽ എക്സ് ഐ ഓഫ് പി ഡോട്ട് വി ബാർ ആണ്. ഓക്കെ, അപ്പം ഡി എക്സ് ഐ ഓഫ് വി ബാർ എന്ന് പറയുമ്പോൾ എന്ത് വരും, ബൈ ഡെഫിനേഷൻ അത് ഡെൽ എക്സ് ഐ ഓഫ് പി ഡോട്ട് വി ബാർ എന്നുള്ളടത്ത് പി വി എന്ന് എഴുതി. നൗ ഡെൽ എക്സ് ഐ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്നറിയാം, എക്സ് ഐ ഓഫ് എ വൺ എ ടു എക്സെട്ര എ ഐ പ്ലസ് വൺ എക്സെട്ര എ എൻ പ്ലസ് വൺ എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേ, ith കോർഡിനേറ്റ് ആയ എ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ വരിക, ഡെൽ ഡോ ബൈ ഡോ എക്സ് വൺ ഓഫ് എക്സ് ഐ ഓഫ് പി എക്സെട്ര ഡോ ബൈ ഡോ എക്സ് എൻ പ്ലസ് വൺ ഓഫ് എക്സ് ഐ ഓഫ് പി ഡോട്ട് പി, ഇനെ എങ്ങനെ എഴുതി, വി വൺ വി ടു എക്സെട്ര വി എൻ പ്ലസ് വൺ എഴുതി. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഡെൽ എക്സ് ഐ ഓഫ് പി, ഡെൽ എക്സ് ഐ ഓഫ് എക്സ് ഐ ഓഫ് പി എന്ന് പറഞ്ഞാൽ പി ith കോർഡിനേറ്റ് മാത്രം എന്ത് വരും, 1 വരും. അവിടെ മാത്രമേ ഈ ഫംഗ്ഷൻ ഉള്ളൂ അല്ലേ, അവിടെ മാത്രം ഫംഗ്ഷൻ്റെ വാല്യൂ 1 വരും, ബാക്കിയെല്ലാം 0 വരും. ഡോട്ട് പിന്നെ എന്ത് വരും, ഡോട്ട് പി വി വൺ വി ടു എക്സെട്ര വി എൻ പ്ലസ് വൺ, അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, വി ഐ എന്ന് കിട്ടും. സോ ഡി എക്സ് ഐ ഓഫ് വി ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വി ബാറിൻ്റെ ith കോർഡിനേറ്റ് ഏതാണോ അതായിരിക്കും. സിംപ്ലി ഫിക്സ് ഓഫ് ദ ith കമ്പോണൻറ്റ് ഓഫ് വി ബാർ, വി ബാറിൻ്റെ ith കമ്പോണൻറ്റിനെ ഫിക്സ് ചെയ്യുന്നതായിരിക്കും ആര്, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഫംഗ്ഷൻ്റെ വൺ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്മൂത്ത് വൺ ഫോം. ഒരു വൺ ഫോമിന് എപ്പോഴാണ് സ്മൂത്താന്ന് പറയുക. ഓക്കെ, അവിടെ എന്താ പറയുക, എ വൺ ഫോം ഡബ്ല്യു ഓൺ യു സബ്സെറ്റ് ഓഫ് ആർ എൻ പ്ലസ് വൺ ഈസ് സ്മൂത്ത് ഇഫ് ഇറ്റ് ഈസ് എ സ്മൂത്ത് ഫംഗ്ഷൻ ഓൺ ഡബ്ല്യു ഫ്രം യു ക്രോസ് ആർ എൻ പ്ലസ് വൺ ടു ആർ. അതായത് എന്തേ പറയുന്നുള്ളൂ, നമ്മൾ ഒരു വൺ ഫോമിന് സ്മൂത്ത് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൺ ഫോം എന്താ, അതായത് യു സബ്സെറ്റ് ഓഫ് ആർ എൻ പ്ലസ് വണ്ണിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു വൺ ഫോം ആണ് ഡബ്ല്യു എന്നുണ്ടെങ്കിൽ ഡബ്ല്യുവിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, യു ക്രോസ് ആർ എൻ പ്ലസ് വണ്ണിൽ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്യും. ഈ ഫംഗ്ഷൻ സ്മൂത്ത് ആണെങ്കിൽ ആ വൺ ഫോം എന്താണെന്ന് വിളിക്കാം, സ്മൂത്ത് ആണെന്ന് വിളിക്കാം. ഓക്കെ, റിമാർക്ക് എന്താ പറയുക, if f from u to r is a smooth function on u, if f from u to r is a smooth function on u, uവിലുള്ള ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആണ് എഫ്, ദെൻ ദ ഡിഫറൻഷ്യൽ, അങ്ങനെയാണെങ്കിൽ ഈ സ്മൂത്ത് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ ഡി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മൂത്ത് വൺ ഫോം ഓൺ യു ആയിരിക്കും. ഓക്കെ, അപ്പോൾ യുവിലുള്ളൊരു സ്മൂത്ത് ഫംഗ്ഷൻ ആണ് എഫ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻഷ്യൽ ഡി എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, യുവിലുള്ള ഒരു സ്മൂത്ത് വൺ ഫോം ആയിരിക്കും. ഓക്കെ, ബാക്കി ഈ വൺ ഫോമിൻ്റെ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ സമ്മ് പിന്നെ ബാക്കി അതിൻ്റെ പ്രോപ്പർട്ടീസാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ എന്താ, ഒരു സ്മൂത്ത് ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ വൺ ഫോം എടുത്തു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ ഇവിടെ വെച്ച് നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.